2026 ഓഗസ്റ്റ് 4. ഇപ്പോൾ സമയം 6:30. നമ്മൾ കാണുന്നത് പാലായിലെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് പാലായിൽ നിന്ന് ബസ് സ്റ്റാൻഡ്, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരടി താഴെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. നമ്മൾ കാണുന്നത് ബസ് സ്റ്റാൻഡെല്ലാം മലിനമായിട്ട്, അതായത് ഈ പ്രദേശത്തുള്ള വേസ്റ്റ് എല്ലാം വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് നിറയെ ഇതുപോലെ അഴുക്ക് നിറഞ്ഞ് കിടക്കുകയാണ്. ഇത് താഴ്ന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ വന്ന് എല്ലാം വന്ന് അഴുക്ക് കടകളിലും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ അഴുക്ക് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പാലാ നഗരസഭയെ സംബന്ധിച്ചും ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചും എല്ലാം ഈ പാലായുടെ ക്ലീനിങ് ആണ്. ഇനി ഇതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വേസ്റ്റ് എല്ലാം മാറ്റി ഇതുപോലെ എല്ലാം മാറ്റിയെടുക്കണം. അതിനുള്ള പ്രവൃത്തികളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്നൊരു മഴ അന്തരീക്ഷമാണ്. മഴക്കാരൊക്കെ ഉണ്ട്, ശക്തമായ മഴക്കാരുണ്ട് മുകളിലൊക്കെ. ഇവിടെയുള്ള ബസ്സുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ബസ് സ്റ്റാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടതിന് ശേഷം ഇവിടെ റെഡിയാക്കേണ്ടതുണ്ട്. സന്തോഷ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് മുമ്പിൽ കാണുന്നത്. അവിടെ നിന്നൊക്കെ എല്ലാം വെള്ളം ഇറങ്ങിപ്പോയി. മെയിൻ റോഡിൽ കൂടി വാഹനങ്ങളെല്ലാം ഓടിത്തുടങ്ങി. വഴി തിരക്കൊന്നുമില്ല, എന്നിരുന്നാലും വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും തെളിവ് പ്രതീക്ഷിക്കാം. ഇനി ഒരു മഴ ഉടനെ ഉണ്ടാവില്ല, അല്ലെ ശക്തമായ മഴയിൽ ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകില്ലെന്ന് കരുതി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഓരോ കടക്കാരെല്ലാം വന്ന് കടകളൊക്കെ തുറക്കുന്നതൊക്കെയാണ് കാണുന്നത്. എല്ലാം ഇനി നമുക്ക് ഒരു പാലാ മുനിസിപ്പാലിറ്റിയുടെ ഒരു വലിയ ടാസ്ക്കാണ് പാലാ നഗരം ഉൾപ്പെടെ ക്ലീനിങ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. കാലത്ത് തന്നെ പുറത്തു നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ ജീവനക്കാർ, ആരോഗ്യ ശുചിത്വ ജീവനക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് സന്നദ്ധ സേന പ്രവർത്തകരെയും അതുപോലെ ഫയർഫോഴ്സ് എല്ലാം, പോലീസിന്റെ എല്ലാം പങ്കോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഉടനെ നടത്തി തുടങ്ങുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം നഗര ശുചീകരണം വലിയ തോതിൽ നടത്തുന്ന പരിപാടിയിലേക്ക് നഗരസഭ കടക്കുകയാണ്. പാലാ നഗരസഭ കൊട്ടാരമറ്റം 24-ാം വാർഡ് കൗൺസിലർ ബിജു മാത്യൂസ് ആണ് നിങ്ങളോട് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്. പാലായിലെ പരമാവധി സാധിക്കുന്ന എല്ലാവരും പാലായുടെ നഗര ശുചീകരണത്തിൽ പറ്റുന്ന രീതിയിൽ ഈ നമ്മുടെ മാസ് ക്ലീനിങ്ങിൽ പങ്കാളികളാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.